കിച്ചണിൽ വെച്ച് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ മട്ടൻ ചാപ്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കാൻ വേണ്ടി ടേബിളിലേക്ക് വന്നേക്കാണ്. അഷ്റഫിക്ക നമ്മുടെ ഒപ്പം ഉണ്ട് അല്ലേ ഇക്ക? നമ്മളിപ്പോൾ എല്ലാ ഹോട്ടലിൽ ചെല്ലുമ്പോഴും ഓരോരോ സ്പെഷ്യൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ബുഹാരിയിൽ ഇവിടുത്തെ ഹോട്ടലിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി? കാരണം ട്രിവാൻഡ്രത്തെ എല്ലാവർക്കും ഒരുപോലെ തന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് കൂടാണ്ട് നമ്മുടെ കേരളത്തിന് മൊത്തവും പുറമേ ആണെങ്കിൽ പുറമേയും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? സ്പെഷ്യൽ നെല്ലിയുണ്ട്, എല്ല് പോലുള്ള സാധനം, ബ്രെയിനുണ്ട്, ലിവറുണ്ട്, കിഡ്നിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്. കാരണം നമ്മുടെ നെല്ലി എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ ആടിൻ്റെ കാലിൻ്റെ ഇതൊക്കെയല്ലേ, അതും പല ഹോട്ടലിലും കിട്ടാറില്ല അങ്ങനെ. എന്താണ് എൻ്റെ പേര്? അബ്ദുൽ കലാം. എത്ര ആളാണ് ഇവിടെ? 20 കൊല്ലമായിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ മൊത്തം? 24 മണിക്കൂർ നമുക്ക് ചോറ് ഉണ്ടല്ലോ അല്ലേ? ഷിഫ്റ്റ് ആണല്ലേ? കഴിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പുട്ട്, അതിൻ്റെ ഒപ്പം തന്നെ പത്തിരി എല്ലാം കൂടി സെറ്റ് ചെയ്തോടെ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമ്മുടെ സംഭവം വരാതിരിക്കുക അല്ലേക്ക, നമ്മുടെ ചാപ്സ്. എന്തായാലും ചാപ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇക്കാലത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് പുട്ട് ഇവിടെ കൊണ്ടുവച്ചല്ലോ. അപ്പോൾ ശരിക്കും ഈ പുട്ടും നമ്മുടെ മട്ടൻ ചാപ്സും ഉള്ള കോമ്പിനേഷൻ ഏതൊരു കേട്ടിട്ടുള്ള അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിരിക്കും അല്ലേ? കഴിച്ച് മനസ്സിലാക്കാം. മട്ടൺ സൂപ്പ് അല്ലേ? മട്ടൺ സൂപ്പ്, ലിവർ അല്ലേ? ലിവർ റോസ്റ്റ്, മട്ടൺ റോസ്റ്റ്, മട്ടൺ ചാപ്സ്, എല്ലാം ഒരു മട്ടൺ മയം. നെല്ലി അല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവരും കണ്ടിട്ട് ഇവിടെ മട്ടൺ സ്റ്റൂ ഉണ്ട്, മട്ടൺ ഇത് റോസ്റ്റ് ഉണ്ട്, മട്ടൺ റോസ്റ്റ് ഉണ്ട്, ലിവർ ഉണ്ട്, മട്ടൺ ചാപ്സ് ഉണ്ട്, പത്തിരി, പുട്ട്, എല്ലാം ഇരിപ്പുണ്ട്. ഇനി ഇത് തീർന്നിട്ടില്ല, അതേ ബാക്കി വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാലേക്ക്. പത്തിരി അടുത്തപ്പോഴത്തേക്കും വന്നു നെല്ലി അല്ലേ? നെല്ലി, ബ്രെയിൻ, മെമ്മറി ഹാർട്ട്. അത് കൊള്ളാം. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇത്ര സാധനങ്ങൾ ഇരിക്കും. അപ്പം ഞാൻ എവിടെ നിന്നാണ് തുടങ്ങണ്ടേ? പത്തിരി മുതൽ തുടങ്ങാം. പത്തിരി ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഒരു ബിരിയാണി ചായ. അപ്പം ഞാൻ പത്തിരിയും മട്ടൺ നമ്മുടെ റോസ്റ്റും. ആ ഒരു മസാലയുടെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റേണ്ടതില്ല. ശരിക്കും പത്തിരിയുടെ നല്ല കോമ്പിനേഷൻ. പത്തിരി, അപ്പം, ഉരുളി സുഴിച്ചത് അല്ല, എന്താ തരു എന്നുള്ളൊരു ടേസ്റ്റ് വന്നു. അതെ. ഇനി അടുത്തത് ലിവർ കഴിക്കാം. ഓക്കെ, നെല്ലി എടുക്കാം. അപ്പോൾ അതെ, അടുത്ത് ലിവർ. ലിവറിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പപ്പടം ഉണ്ട്. വേറെ എന്താ വേണ്ട നോക്കി സാധനം. ഞാൻ അടുത്ത നെല്ലി, ബ്രെയിൻ സോഫ്റ്റ് ഉണ്ടല്ലേ? വെണ്ണ പോലെ അലുത്ത് പോകണം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. നെല്ലി ഇത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു നോക്കാം. മെയിൻ സാധനം സ്പെഷ്യൽ. എരിവ് കുറവ്, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? മജ്ജ മൊത്തം വായിലോട്ടിരിക്കും. ഈ ഏരി മൊത്തം കഴിച്ചു. ഇനി അടുത്ത പുട്ട്. അത് പുട്ടിൻ്റെ ഒപ്പം അല്ലേ? പുട്ടും മട്ടനും കഴിക്കാം. ചാപ്സും പുട്ടും ഇത്രയും പോലെ. ചൂട് പുട്ട നല്ലൊരു സൈസിലുള്ളൊരു നല്ല വലിയൊരു പുട്ട്. ശരിക്കും വെറുതെ അടിച്ചാൽ മതി. വെറുതെ അല്ല പുട്ട്. മനസ്സിലായി എന്തുകൊണ്ട് പുട്ടിൻ്റെ ഒപ്പം കഴിക്കുന്നത്. നമ്മളാ ഇത് ശരിക്കും കുതിർന്ന് ആ മറ്റേ ഇതിൻ്റെ സ്റ്റോക്ക് അത് ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വെറുതെ അല്ല പുട്ടിൻ്റെ ഒപ്പം കഴിക്കും. ഇപ്പം മനസ്സിലായി. ഒരു സെക്ഷൻ മൊത്തം കഴിഞ്ഞു. നമുക്ക് സൂപ്പറാണ്. ഇനി അടുത്ത സൂപ്പ് ലാസ്റ്റ് ഐറ്റം മാറ്റി വെക്കുന്നതേ ഉള്ളൂ, ഞാൻ കഴിക്കാണ്ട് പോകത്തില്ല. ഇതിനകത്തോട്ട് രണ്ടുപേരും നമ്മൾ ആഡ് ചെയ്യണോ? അത് തട്ടിയിട്ട് ചെറുതായിട്ട് മിക്സ് ആക്കി മതി. നമ്മൾ ഉപ്പ് വീണ്ടും ആഡ് ചെയ്യണോ അല്ലേ? നമുക്ക് എത്രത്തോളം വേണോ
ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കും എല്ലാം എല്ലും നമ്മുടെ ഇത് ലിവറല്ല മറ്റേ കരണ്ട് കഷ്ണമല്ലേ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ആ സ്റ്റോക്ക് തിളപ്പിച്ച് അങ്ങ് എടുത്ത ശരിക്കും നല്ല ഫാക്റ്റിയാണ്. നല്ല ടേസ്റ്റ്. എനിക്കൊക്കെ പറ്റിയതാണ്. ഈ ശരീരത്തിന് പറ്റിയതാണ്. ഇതിന്റെ നല്ല സത്ത് ഉണ്ട് ഇതിനകത്ത്. അതെ, ശരിക്കും നല്ലൊരു നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. അപ്പൊ എന്തായാലും ഇത്ര സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുഹാരിയിൽ വന്ന ആടിന്റെ ഒരു സാധനം വെറുതെ വേണ്ടി വരില്ല. എല്ലാം നമുക്കിവിടെ കറി വെച്ച് നമ്മുടെ ആ ഒരു മപ്പാസ് നമ്മുടെ എല്ലാ രീതിയിലും എല്ലാ കോമ്പിനേഷനായിട്ടും നല്ല ഫുഡ് ഒട്ടും കളയത്തില്ല. ആടിന്റെ ഒരു ഭാഗവും അങ്ങനെ കളയുന്നില്ല. നല്ല കറികളെല്ലാം. അപ്പം എന്തായാലും ഇത്രയും നല്ല ഫുഡും നല്ല ടേസ്റ്റ്, നല്ല സൂപ്പ്, നല്ല കരള്. ഇത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നെല്ല് കഴിച്ചത്. ഇതിനെല്ലാത്തിനും വളരെ 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 നന്ദിയുണ്ട് ഇക്ക. പിന്നെ അതുകൊണ്ട് നമ്മുടെ നസീർക്ക, നമ്മളവിടെ പാൻട്രിയിൽ നിന്ന് നസീർക്ക, അതുകൊണ്ട് ഷെറഫിക്ക, നമ്മളവിടെ നിന്ന് കലാമിക്ക. അതേ കലാമിക്ക ഇവിടെ തന്നെ ഇപ്പൊ ഉണ്ട്. നമ്മുടെ ഹാർട്ട് ഓഫ് ദ മെമ്മറി ബ്രെയിന് പറഞ്ഞത് ഇക്ക അവിടെ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇക്ക താങ്ക് യു. ഇപ്പൊ എല്ലാവർക്കും നന്ദി. പിന്നെ അവിടെ ചായ, എനിക്ക് ബിരിയാണി ചായ ഉണ്ടാക്കി തന്നത്. അതെ, കുടിച്ചില്ലല്ലോ. ആ കുടിച്ചില്ല, ഇത് കുടിച്ചില്ല, അത് വിട്ടുപോയി. മധുരവും കടുപ്പും കൂടി ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങി ആ പാലിക്കാനുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് തുറന്ന് വേണം, മസ്റ്റാണ്. ഇപ്പൊ നമ്മുടെ ബുഹാരിയാണ്. നമ്മുടെ മട്ടന്റെ ഡിഷസ് മാത്രമല്ല ബാക്കി എന്തിന്റെ ഡിഷസിന് നേരെ ഇങ്ങോട്ട് വരാം. ഇത് അട്ടക്കുളങ്ങര ജംഗ്ഷനാണ്. അട്ടക്കുളങ്ങര ജംഗ്ഷൻ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഇത് എങ്ങോട്ട് വിഴിഞ്ഞല്ലേ, കോവളം വിഴിഞ്ഞാൻ പോകുന്ന റൂട്ടില് അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ തന്നെ നമുക്ക് ആ സിഗ്നലിൽ അവിടെ തന്നെ കാണാം ബുഹാരി അല്ലേ. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കയറി വന്നത് അതുപോലെ മട്ടനൊക്കെ ഇറക്കണത് കാണാം. ഇപ്പൊ എന്തായാലും നേരെ വരിക, കഴിക്കുക, നല്ല രീതിയിൽ വയറൊക്കെ നിറച്ച് പോവുക. അപ്പം എന്തായാലും ഒന്നും കൂടി താങ്ക് യു. ഈ നാടൻ ഐറ്റവും ബാക്കിയെല്ലാം കൂടി ഞങ്ങൾ തട്ടാൻ പോവാണ്. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.